നമസ്കാരം. ഫുട്ബോൾ പേരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം വില്ല പാർക്കിൽ ചെന്നിട്ട് FA കപ്പിന്റെ റീമാച്ചിൽ ഫസ്റ്റ് മാച്ച് നമുക്കറിയാം സ്റ്റാഫോർഡ് ബ്രിഡ്ജിൽ 0-0 ഡ്രോ ആയിരുന്നു. അതിനകത്ത് തന്നെ റീമാച്ച് വില്ല പാർക്കിൽ കളിക്കേണ്ടി വന്നു. അവിടെ ചെന്നിട്ട് ഒരു 3-1 ഒരു കൺവിൻസിങ് വിക്ടറി തന്നെ നേടിക്കൊണ്ട് ചെൽസി വരികയുണ്ടായി. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈവൻ ഡൈ ഹാർഡ് ചെൽസി ഫാൻസ് പോലും ഈ ഒരു റിസൾട്ട് മേ ബി പ്രതീക്ഷിച്ച് കാണത്തില്ല. കാരണം വളരെ മോശമായ രണ്ട് മോശം മാച്ചസിന് ശേഷമാണ് ചെൽസി ഈ കളിയിലോട്ട് വരുന്നത്. രണ്ട് മാച്ചസിൽ അടുപ്പിച്ച് 4 ഗോളിന്റെ തോൽവി വഴങ്ങുക, 4 ഗോൾ കൺസീഡ് ചെയ്യുക, ഫാൻസിന്റെ പ്രൊട്ടസ്റ്റ്, അതുപോലെ തന്നെ മീഡിയാസ് വലിച്ചു കീറുക, ഇവൻ പ്ലേയേഴ്സ് പോലും മെന്റലി വളരെ ഇതാവുന്നു. കാരണം അവർ പല പ്ലേയേഴ്സും അവരുടെ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകളൊക്കെ കമന്റ് ബോക്സും മറ്റുമൊക്കെ ഓഫാക്കി വെക്കുന്നു. മേ ബി ഈ മാച്ചിലോട്ട് വരുമ്പം ഡെഫിനറ്റ്ലി ആസ്റ്റൺ വില്ല ഫേവറേറ്റ്സ് ആയിട്ടാണ് വന്നത്. പക്ഷേ മാച്ച് തുടങ്ങിയ നിമിഷം തൊട്ട് ചെൽസി പ്ലേയേഴ്സ് പ്രൂവ് ചെയ്യണം എന്നുള്ള വാശിക്ക് കളിച്ച പോലെ തോന്നി. കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ കളി തുടങ്ങി ഫസ്റ്റ് മിനിറ്റ് തൊട്ട് തന്നെ ചെൽസി പ്ലേയേഴ്സിന്റെ കയ്യിൽ നിന്ന് ആ ഹങ്കർ നമുക്ക് കാണാമായിരുന്നു. ഇന്നലെ പൊച്ചറ്റീനോ മേടെ ബോൾ മൂവ് നമ്മൾ നോക്കുകയാണെങ്കിൽ നിക്കോളാസ് ജാക്സനെ ലെഫ്റ്റിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റെർലിംഗും മുഡ്രിക്കും അവൈലബിൾ ആയിരുന്നു. എന്നിട്ടും പുള്ളി നിക്കോളാസ് ജാക്സനെ ലെഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. പാൾമർ സ്പോർട്സ് 9, മാഡുവെക്കെ, ഗാലഗറസ് നമ്പർ 10 ആൻഡ് എൻസോ ഫെർണാണ്ടസിനെ അദ്ദേഹത്തിന്റെ നാച്ചുറൽ പൊസിഷനിൽ പിവറ്റ് ആയിട്ട് ഒരു ഡബിൾ പിവറ്റ് പോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ കൈസിയറോടൊപ്പം ഇറക്കുകയാണ്. എൻസോനെ അദ്ദേഹത്തിന്റെ നാച്ചുറൽ പൊസിഷൻ യൂസ് ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നു ബെസ്റ്റ് ഡിസിഷൻ മെയ്ഡ് ബൈ പൊച്ചറ്റീനോ. മാൻ ഓഫ് ദ മാച്ച് ഇന്നലെ എൻസോ ഫെർണാണ്ടസ് ആയിരുന്നു. എൻസോ ഫെർണാണ്ടസിനെ പോലെ തന്നെ മേ ബി മാൻ ഓഫ് ദ മാച്ച് അറിയിക്കുന്ന ഒരു പ്ലെയർ തന്നെയായിരുന്നു കൈസിഡോയും. രണ്ടുപേരുടെയും പെർഫോമൻസ് സൂപ്പർബായിരുന്നു. ആസ്റ്റൺ വില്ല ഓൾമോസ്റ്റ് അവർ സ്ട്രോങ്സ്റ്റ് ഇലവനെ തന്നെയാണ് ഇറക്കിയത്. പൗ ടോറസ് മേ ബി ചെറിയൊരു ബെഞ്ചിലുണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ 2-3 പ്ലേയേഴ്സ് ഒഴികെ ബാക്കി ഓൾമോസ്റ്റ് അവർ സ്ട്രോങ്സ്റ്റ് ഇലവനെ തന്നെയാണ് ആസ്റ്റൺ വില്ല ഇറക്കിയത്. സോ അവർക്കെതിരെ വില്ല പാർക്കിൽ ചെന്ന് കളിച്ച് 3-1 വിക്ടറി, അതും കൺവിൻസിങ് വിക്ടറി. നിങ്ങൾ സ്റ്റാറ്റ്സ് ജസ്റ്റ് ഇപ്പൊ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പൊസഷൻ ബേസ്ഡും പൊസഷന്റെ കാര്യം നോക്കുമ്പോഴും എക്സ്പെക്ടഡ് ഗോൾസിന്റെ കാര്യത്തിലും ഷോട്ട്സ് എടുത്ത കാര്യത്തിലും എല്ലാം ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ട് നിൽക്കുമെങ്കിലും സ്റ്റാറ്റ്സ് ഡോണ്ട് ഡു ദി ജസ്റ്റിസ്. കുറച്ചുകൂടെ കൺവിൻസിംഗ് ആയി തന്നെയാണ് ചെൽസിയുടെ വിക്ടറി. എക്സ്പെക്ടഡ് ഗോൾസ് കുറച്ച് വ്യത്യാസമേ ഉള്ളൂ, പക്ഷെ ഷോട്ട്സ് എടുത്തോ 15-15. നമ്മൾ നോക്കുവാണെങ്കിൽ മാച്ചില് ഫസ്റ്റ് ഗോൾ വരുന്നത് ചെൽസിയുടെ ഭാഗത്തു നിന്നാണ്. ഫസ്റ്റ് ഹാഫിൽ തന്നെ ചെൽസി 2 സൂപ്പർ ഗോളുകൾ സ്കോർ ചെയ്യുകയാണ്. ഫസ്റ്റ് ഗോള് സ്കോർ ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് മറ്റാരുമല്ല, ഗാലഗറാണ്. ഗാലഗറിലെ സീസണിലെ ഫസ്റ്റ് ഗോൾ ആയിരുന്നു തോന്നുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ നിക്കോളാസ് ജാക്സന്റെ ഒരു സൂപ്പർ മൂവ് എടുത്തു പറയേണ്ടതാണ്. നിക്കോളാസ് ജാക്സൺ ആണ് ആ ഒരു ഗോൾ ക്രിയേറ്റ് ചെയ്യുന്നതിൽ മേജർ പങ്ക് വഹിച്ചത്. ആൻഡ് സെക്കൻഡ് ഗോൾ വരുന്നത് മറ്റാരുടെയും ഭാഗത്തു നിന്നല്ല, നിക്കോളാസ് ജാക്സന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ്. നിക്കോളാസ് ജാക്സന്റെ ഹെഡർ ത്രൂ, ഗുസ്തോയുടെ ക്രോസ് ആയിരുന്നു തോന്നുന്നു, ഹെഡർ ത്രൂ നിക്കോളാസ് ജാക്സൺ സെക്കൻഡ് ഗോൾ സ്കോർ ചെയ്യുകയാണ് ചെൽസിക്ക് വേണ്ടി. അങ്ങനെ 2-0 ഒരു കൺവിൻസിംഗ് ലീഡ് ഫസ്റ്റ് ഹാഫിൽ തന്നെ എടുക്കുന്നു. ഫസ്റ്റ് ഹാഫിൽ മേ ബി പെട്രോവിച്ചിന് 1-2 റൊട്ടീൻ സേവ്സ് നടത്തേണ്ടി വന്നുള്ളൂ. ഒന്ന് മഗ്ഗിന്റെ ഒരു ഷോട്ടും വോക്കിൻസിന്റെ ഒരു ഷോട്ടും, അങ്ങനെ 2-3 റൊട്ടീൻ സേവ്സ് പെട്രോവിച്ചിന് നടത്തേണ്ടി വന്നിട്ടുള്ളൂ. അപ്പുറത്ത് എമിലിയാനോ മാർട്ടിനസിനെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എമിലിയാനോ മാർട്ടിനസിന് 1-2 റൊട്ടീൻ സേവ്സുകൾ നടത്തേണ്ടി വന്നു. 2 ഗോൾസ് കൺസീഡ് ചെയ്തു. ഈ ഒരു ഫസ്റ്റ് ഹാഫിലും കളം നിറഞ്ഞ് എൻസോ ഫെർണാണ്ടസും കൈസിഡോയും കളിക്കുന്നു. ഇന്നലത്തെ മാച്ചില് ഡെഫിനറ്റ്ലി എൻസോ ഫെർണാണ്ടസും കൈസിഡോയുടെ ഒരു മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് ആയിരുന്നു. രണ്ടുപേരും ഈക്വലി മാൻ ഓഫ് ദ മാച്ച് അറിയിക്കുന്ന പെർഫോമൻസ് ആയിരുന്നു പുറത്തെടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ സെക്കൻഡ് ഹാഫിലോട്ട് വരുന്നു. സെക്കൻഡ് ഹാഫിൽ 53rd 54th മിനിറ്റിലോ കിട്ടുന്ന ഒരു ഫ്രീ കിക്ക്, മനോഹരമായ ഒരു ഫ്രീ കിക്ക്. എമിലിയാനോ മാർട്ടിനസിനൊക്കെ ബീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. സൂപ്പർവായിട്ട് തന്നെ അവിടെ എൻസോ ഫെർണാണ്ടസ് ഫ്രീ കിക്ക് എടുക്കുന്നു, ഗോളായി കൺവേർട്ട് ചെയ്യുന്നു. അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ സെലിബ്രേഷൻ, ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയാണ് എന്ന് അറിയിക്കുന്ന രീതിയിലുള്ള സെലിബ്രേഷൻ. പല അഭ്യൂഹങ്ങൾക്കും ഇടയിൽ അദ്ദേഹം അത്ലറ്റിക് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നു. അദ്ദേഹം ആണെങ്കിൽ ക്ലബ്ബ് മാറാനായിട്ട് ആഗ്രഹിക്കുന്നു, മറ്റേ ചെയ്യുന്നു, മറിച്ച് ചെയ്യുന്നു, ഏജന്റ് വേറെ ക്ലബ്ബുമായിട്ട് ടോക്ക് കൊടുക്കുന്നു. ഇല്ല, അദ്ദേഹം കണ്ടിന്യൂ ചെയ്യുവാണെന്നുള്ള രീതിയിൽ കഴിഞ്ഞ ദിവസം ഫബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ ഏജന്റ് പുറത്തു വിട്ടത്. അതായത് ഞങ്ങൾ വേറെ ഒരു ക്ലബ്ബ് നോക്കുന്നില്ല എന്ന രീതിയിൽ. എന്നിട്ട് ഇന്നലെ ഗോൾ അടിച്ചതിന് ശേഷമുള്ള സെലിബ്രേഷനും ഇതിലും അദ്ദേഹം അതാണ് പറയുന്നത്, ചെൽസിനെ ഞാൻ സ്നേഹിക്കുന്നു, ചെൽസി ഞാൻ തുടരും എന്നുള്ള രീതിയിൽ. അങ്ങനെ 3-0 ഒരു ലീഡ് അവിടെ എടുക്കുകയാണ്. അതിനുശേഷം കളി മുന്നോട്ട് പോവുകയാണ്. നല്ല അടിപൊളി ടാക്ടിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻസ് വരുത്തുന്നു. പാൾമറിനെ മാറ്റി തിയാഗോ സിൽവനെ ഇറക്കുന്നു, ഗ്രേറ്റ് മൂവ്. എൻകോങ്കുവിനെ കൊണ്ടുവരുന്നു. ഓവറോൾ നമ്മൾ ഇത് നോക്കുകയാണെങ്കിൽ പൊച്ചറ്റീനോ ആസ് എ കോച്ച് ക്രെഡിറ്റ് കൊടുത്തേ പറ്റൂ. ഇന്നലത്തെ ടീം സെലക്ഷന്റെ കാര്യം നോക്കിയാണെങ്കിലും അതല്ല, ഇന്നലെ ഇറക്കിയ ചേഞ്ചസ് നോക്കാനായിട്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇറക്കിയതാണെങ്കിലും പിന്നെ അതേ ക്രെഡിറ്റ് കൊടുക്കണം പ്ലേയേഴ്സിന്. ആ ഒരു നിക്കോളാസ് ജാക്സനെ ഈവൻ വിത്ത് സ്റ്റെർലിംഗ് ഒക്കെ അവൈലബിൾ ആയിട്ട് ലെഫ്റ്റ് കളിപ്പിക്കാൻ എടുത്ത ആ ഒരു ബോൾ മൂവ്. ഐ തിങ്ക് ഈ ഒരു വിക്ടറി കൊണ്ട് നമ്മൾ നേരെ ചെൽസി ഇനിയും കംബാക്ക് നടത്താൻ പോകുന്നത്. ചെൽസി ഇനിയും കണ്ടിന്യൂസ് റൺസ് നടത്തി പ്രീമിയർ ലീഗിൽ ടോപ്പ് 6 കയറും. അടുത്ത ആഴ്ച ലിവർപൂളിനെ തോപ്പിക്കും, അങ്ങനെ FA കപ്പ് അടിക്കും എന്നൊന്നും അല്ല പറയുന്നത്.
അതൊരു പോസിറ്റീവ് സ്റ്റാർട്ടായിട്ട് കാണുക. സോ ചെൽസി അതിനകത്ത് തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അവർ റണ്ണിലോട്ട് ഇനിയും പോവോ ഇല്ല എന്നുള്ള കാര്യമൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. മേ ബി ഇങ്ങനെ ഗ്ലിംസസ് ആയിട്ട് 2-3 കളി അടുപ്പിച്ച് കളിച്ചിട്ട് പിന്നെയും മോശമായിട്ട് ഈ സീസൺ പെർഫോം ചെയ്യാറുണ്ട്. സോ അങ്ങനെ ആകാതിരിക്കട്ടെ എന്ന് മാത്രമേ ഈ പെർഫോമൻസിനെ കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കളി മുന്നോട്ട് പോകവേ ഡിസാസിയുടെ ഒക്കെ 1-2 നല്ല ബ്ലോക്കുകൾ ഉണ്ടായിരുന്നു. മേ ബി ബാഡിയാഷില്ല ഇന്നലത്തെ മാച്ചിൽ എല്ലാ പ്ലേയേഴ്സും അടിപൊളിയായിരുന്നു. മേ ബി ഒരല്പ പേരും മിസ്റ്റേക്സ് വരുത്തിയത് നല്ല ഇച്ചിരി ഓഫ് ആയിരുന്നു തോന്നിയത് ബാഡിയാഷിയിൽ മാത്രമാണ്. ബാക്കി എല്ലാവരും മേ ബി ബാഡിയാഷിൽ മോശം വരുന്നതല്ല, പക്ഷെ 1-2 മിസ്റ്റേക്സ് അതേ ഉള്ളായിരുന്നു. ഡിസാസിയുടെ ബ്ലോക്സ്, പെട്രോവിച്ചിന്റെ സേവുകളെ റൊട്ടീൻ സേവുകളായിരുന്നു പെട്രോവിച്ച് സത്യം പറയാം. അല്ല വേറൊന്നും കാര്യമായിട്ട് ചെയ്യാനായിട്ടില്ലായിരുന്നു. സോ ഓവറോൾ നമ്മൾ അങ്ങനെ കളി മുന്നോട്ട് പോവുക. ഡിയാബിനെ ബെഞ്ചിൽ നിന്ന് വരുത്തുന്നു. ആ ഡിയാബിയുടെ ഒരു ഗോൾ ലാസ്റ്റ് ഇഞ്ചുറി ടൈമിലാന്ന് തോന്നുന്നു സെക്കൻഡ് ഹാഫിൽ കൺസീഡ് ചെയ്യുന്നുണ്ട്. മേ ബി അതും കൂടെ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ക്ലീൻ ഷീറ്റുമായിട്ട് പോകുകയാണെങ്കിൽ ഒരു കൺവിൻസിംഗ് പെർഫോമൻസ് എന്ന് പറയുന്നു. പ്രോബ്ലി വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ഓഫ് ചെൽസി. അതും വില്ല പാർക്കിൽ ചെന്ന് കളിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ആൻഡ് ക്രെഡിറ്റ് ഗോസ് ടു പൊച്ചറ്റീനോ, ഞാൻ പറഞ്ഞ പോലെ. സോ ഈ ഒരു മൊമെന്റം ചെൽസി കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കുകയാണെങ്കിൽ, മുന്നോട്ട് ഈ മൊമെന്റുമായിട്ട് പോകാൻ സാധിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി എ ഗെയിം ചേഞ്ചർ ഫോർ ദം ഈ ഒരു വിക്ടറി. കാരണം നമ്മൾ നോക്കുവാണെങ്കിൽ മീഡിയാസ് എടുത്തിട്ട് കീറുന്നു. പൊച്ചറ്റീനോ ഞങ്ങളുടെ കോച്ചിനെ എല്ലാവരും കീറുന്നു, ഞങ്ങളുടെ പ്ലേയേഴ്സിനെ എടുത്തിട്ട് കീറുന്നു. സോ നമ്മൾ ഈ ക്ലബിന് വേണ്ടി കളിക്കാനായിട്ട് ആഗ്രഹിച്ച് തന്നെയാണ് വന്നത് എന്നുള്ള ഒരു രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു ഇന്നലെ കാഴ്ചവെച്ചത്. സോ അതുമായിട്ട് തന്നെ മുന്നോട്ട് പോകണം. വരുന്ന മാച്ചുകളിലും നെക്സ്റ്റ് ക്രിസ്റ്റൽ പാലസിനെതിരെ വരുന്നുണ്ട്, അതിനുശേഷം എനിക്ക് സിറ്റിക്കെതിരെ വരുന്നുണ്ട്. സോ ഇതിലെല്ലാം കൺവിൻസിങ് ആയി തന്നെ പെർഫോം ചെയ്യുക, നല്ലപോലെ പെർഫോം ചെയ്യുക, റിസൾട്ട്സ് ഗ്രൈൻഡ് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി ഈ മീഡിയയുടെ ബസ്സും ഈ വലിച്ചു കീറുന്നവരുടെ ഇതുമെല്ലാം കുറഞ്ഞോളും. സോ നോക്കാം എന്തായാലും എങ്ങനെ പോകുമെന്ന്. ഓവറോൾ സാറ്റിസ്ഫൈഡ്. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ചെൽസി സൈഡ് നല്ലപോലെ പെർഫോം ചെയ്തതാണ് വളരെ ആഗ്രഹമുണ്ട്. ശരിയാണ്, ഇറ്റ്സ് ആൻ അൺബാലൻസ് ടീം. ഇത്രയും യങ്സ്റ്റേഴ്സിനെ വെച്ച് നിറച്ചു. നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ പറഞ്ഞ മൊത്തം വാട്ട് ഈഫ് പ്ലേയേഴ്സ്. പക്ഷേ ഈ വാട്ട് ഈഫ് പ്ലേയേഴ്സ് ദിസ് ഈസ് പ്ലേയേഴ്സ് ആയി മാറണം. മാറിയാൽ അതൊരു ഗ്രേറ്റ് ആയിരിക്കും. അത് മാറ്റാനായിട്ട് സാധിച്ചാൽ പൊച്ചറ്റീനോ എന്ന കോച്ചിന് അതൊരു വൻ എന്താ പറയുക പൊൻതൂവൽ എന്നൊക്കെ പറയത്തില്ല, അതൊക്കെ ആയിരിക്കും. സോ അതിനകത്ത് തന്നെ നമുക്ക് നോക്കാം എങ്ങനെ കളി മുന്നോട്ട് പോകുന്നു. നിങ്ങളുടെ അഭിപ്രായം പറയുക. ചെൽസി ഈ മൊമെന്റം മുന്നോട്ട് കൊണ്ടുപോകും. ചെൽസി മേ ബി കമ്മിങ് വീക്കിൽ ക്രിസ്റ്റൽ പാലസിനെതിരെ ഈ സെയിം ലെവൽ ഓഫ് പെർഫോമൻസ് പുറത്തെടുക്കാൻ ചെൽസിക്ക് സാധിക്കണം. ഫാൻസിന് അത് വളരെ തൃപ്തികരമായിരിക്കും. ഈവൻ പല മീഡിയാസിന്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്കും കുറച്ച് നാളത്തേക്ക് കണ്ടന്റ്, ആവശ്യമില്ലാത്ത കണ്ടന്റ് എഴുതാനായിട്ടുള്ള സമയം കുറച്ച് കൊടുക്കാനായിട്ട് സാധിക്കും. സോ അത് നോക്കാം. ഇതാണ് ഓവറോൾ പറയാനുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാതെ.